അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിലെ ആദ്യത്തെ 10 നമ്മളൊക്കെ നിലകൃതിയായിട്ടുള്ളത്. മഹാന്മാർ നമ്മെ പഠിപ്പിച്ചതുപോലെ ആദ്യത്തെ 10 അത് റഹ്മത്തിൻ്റെ 10 അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യത്തെ പ്രതീക്ഷിക്കലാണ് ഈ 10 കൊണ്ടുള്ള വിവക്ഷ. അതുകൊണ്ട് തന്നെ ഈ 10 ചൊല്ലാനായി പ്രത്യേകം ദിക്റുകളൊക്കെ ഉണ്ട്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ എന്ന ഷറഫാക്കപ്പെട്ട പ്രത്യേക ദിക്ർ ഈ 10 പതിവാക്കൽ വളരെ പുണ്യമാക്കപ്പെട്ട കർമ്മമാണ്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ അല്ലാഹുവേ, ഇർഹംനി നീ നമുക്ക് കരുണ ചെയ്യണം, യാ അർഹമർ റാഹിമീൻ റഹ്മാനും റഹീമുമായ അല്ലാഹ് നമുക്ക് നീ കരുണ ചെയ്യണമേ എന്നാണ് ഈ 10 കൊണ്ടുള്ള ഈ ദിക്റ് കൊണ്ടുള്ള വിവക്ഷ. ആയതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഇർഹമു നിങ്ങൾ കരുണ ചെയ്യണം, മൻ ഫിൽ അർളി ഭൂമിയിലുള്ള ആളുകൾക്ക്, എന്നാൽ യർഹമുക്കും മൻ ഫിസ് സമാ ആകാശ അധിപൻ നിങ്ങൾക്ക് വേണ്ടി കരുണ ചെയ്യുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഭൂമിയിലുള്ള ആളുകൾക്ക് നിങ്ങൾ കരുണ ചെയ്താൽ ആകാശ നിവാസികൾ നിങ്ങൾക്ക് വേണ്ടി റഹ്മത്തിനെ കൊണ്ട് ദുആ ചെയ്യും എന്നും ഇതിന് വിവക്ഷയുണ്ട്. അപ്പോൾ ഭൂമിയിലുള്ള അശരണരും ദുർബലരുമായ ബലഹീനരായ നമുക്കിടയിൽ ജീവിക്കുന്ന പാവപ്പെട്ട മിണ്ടാപ്രാണികളായ ജീവജാലങ്ങൾ മുതൽ ഒരു നേരത്തെ ഭക്ഷണത്തിനും ഒരു നേരത്തെ വസ്ത്രത്തിനും വേണ്ടി പടാപാടുപെടുന്ന പാവപ്പെട്ട മിസ്കീന്മാരായ മുഅ്മിനീങ്ങളായ നമുക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് മുന്നിൽ കൊണ്ടുവരാനുള്ളത് മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിനെയാണ്. അവിടുന്ന് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുകയും അവരെ കുളിപ്പിക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും അവർക്ക് അവരുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി കൊടുക്കുകയും അവർക്ക് വേണ്ട എല്ലാ ഖിദ്മകളും മഹാനവർകൾ ചെയ്തു പോരുകയും അതിലൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പദവി കരസ്ഥമാക്കുകയും ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. ഇതുപോലെ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മഹത്തുക്കളെ ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ പദവിയുള്ളവരായി മുഖറബീങ്ങളായി മാറിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഷറഫാക്കപ്പെട്ട പുണ്യ റമളാനിൽ നമ്മുടെ അടുക്കൽ വരുന്ന പാവപ്പെട്ട ആളുകളെ നമ്മൾ തട്ടി അകറ്റാതെ ഏറ്റവും കുറഞ്ഞത് നല്ല ഒരു സംസാരമെങ്കിലും സംസാരിച്ചുകൊണ്ട് അവരുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാക്കിക്കൊണ്ട് അവരെ നമ്മൾ യാത്ര അയക്കണം. അല്ലാഹു തആല പാവപ്പെട്ടവരെ സഹായിക്കാനും അതിലൂടെ ഇഹപര വിജയം ലഭിക്കുന്ന യഥാർത്ഥ മുത്തു മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.